എല്ലാവർക്കും നമസ്കാരം. സജീന വ്ളോഗ്സ് നമ്മൾ ഒഴിവാക്കി വിട്ടൊരു വ്യക്തിയാണ് സജീന വ്ളോഗ്സ്. കുറച്ച് മുൻപ് സജീനയുടെ ഒരു വീഡിയോ കണ്ടു. ഒരു 16 വയസ്സുള്ള പയ്യൻ, അവൻ രേണു സുധീനെ വിമർശിച്ചുകൊണ്ട് നിരന്തരം വീഡിയോ ചെയ്യുന്നൊരു പയ്യനാണ്. കാരണം ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രായത്തിൽ അവൻ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അനിൽ ചന്ദ് ഓച്ചറ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ 1-2 വീഡിയോ, ഇവർ തമ്മിലൊരു കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പയ്യനും അനിൽ ചന്തുമായിട്ട്. അനിൽ ചന്ദ്രൻ ഒരു പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് സജിന ഒരു വീഡിയോ ചെയ്തു. അതിനകത്ത് വളരെ മോശമായിട്ട് അവൻ്റെ അമ്മേനെ പറയുന്നു, വളരെ വൾഗറായിട്ട്. സജിന മനസ്സിലാക്കാത്തൊരു കാര്യം, നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ പെടുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിഷപ്പിനെ ഒരു പേരിട്ട് വിളിച്ചത് നിങ്ങളും രേണുവും കൂടി ചേർന്നിട്ടാണെങ്കിൽ കേസ് വന്നത് നിങ്ങളുടെ പേർക്കാണ്. അതുപോലെ ഇവിടെ 16 വയസ്സുള്ള ഒരു പയ്യനെ നിങ്ങൾ മോശമായിട്ട് സംസാരിക്കുകയും അവൻ്റെ ഫോട്ടോ വെച്ച് തംബ്നെയിൽ ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, അവരൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വകുപ്പ് മാറും. അന്നേരം നിങ്ങളെ വാട്സപ്പിൽ അയച്ചു തന്ന് എന്താ പറയുക, ഇത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരാളും കൂടെ ഉണ്ടാവില്ല. നമുക്ക് ആ വീഡിയോ കേട്ട് തന്നെ സംസാരിക്കാം. ഞാൻ ഈ വീഡിയോ വയ്ക്കുന്നില്ല, തൽക്കാലം ഞാൻ വീഡിയോ വയ്ക്കുന്നത്, അവരുടെ ഫേസ് കാണിക്കുന്നില്ല. നമുക്ക് വീഡിയോ കേട്ട് സംസാരിച്ച് പോകാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ വന്നത് നമ്മുടെ അനിൽ ചന്ദ് ഓച്ചറ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ഒരുപാട് പേര് എന്നെ വാട്സപ്പിലായാലും മെസ്സഞ്ചറിലായാലും ലിങ്ക് ഉൾപ്പെടെ ഒരു ചെറുക്കൻ്റെ വീഡിയോസ് എനിക്ക് ഇപ്പോഴല്ല ഒത്തിരി നാൾ മുന്നേ ഇട്ട് തരാൻ തുടങ്ങിയിട്ടുണ്ട്. സജിന ഈ ചെറുക്കനെതിരെ ഒന്ന് പ്രതികരിച്ചു ചോദിച്ചു. ഈ ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നോ? അച്ഛനെതിരെ പ്രതികരിച്ചപ്പോൾ ഇൻഡാസ് വീട്ടിൽ വന്നപ്പോഴേക്കും സജിന ഞാൻ ആ കേസ് എടുത്ത് നടത്തിക്കോളാം എന്നും പറഞ്ഞ് ആരെങ്കിലും വന്നോ? ഈ രേണു വന്നോ? വന്നില്ലല്ലോ അല്ലേ? രേണു ചോദിച്ചോ, ചേച്ചി ആ കേസ് എന്തായി, അത് മുന്നോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളിനി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. കാരണം നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളതിൻ്റെ മറുവശം കണ്ടിട്ട് എതിർവശത്തിലൂടെയാണ് മറുപടി വരുന്നത്. ഞാനിതിൻ്റെ മറുപടി ഒന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ കളിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ കളി കാണാൻ ആരും ഉണ്ടാവത്തില്ലെന്ന് ഒന്ന് ഓർത്താൽ നല്ലത്. എന്നെക്കാളും പ്രായമുണ്ട്, അതുകൊണ്ട് തന്നെ ചിന്തിക്കാനുള്ള ശേഷി എന്നെക്കാളും കൂടുതൽ ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയേക്കാം. അവരെക്കാട്ടി പ്രായം പറഞ്ഞ ഈ ചങ്ങനൊക്കെ എന്ത് റിപ്ലൈ കൊടുക്കാനാ? ഞാൻ വീഡിയോ തന്നെ നമുക്ക് ആ ഒരു രീതിക്കാണ് പറഞ്ഞത്. പിന്നെ എപ്പോഴും ഇവന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ വൾഗറായിട്ടുള്ള ഒരു തമ്പനയിലൊക്കെ വെച്ച് വീഡിയോ കണ്ടപ്പോൾ ഞാൻ അന്ന് കാണിച്ചൊരു കമന്റ്, അത് നിനക്ക് തന്നെ നീ പോയി പഠിക്കും. ഒരു 16 വയസ്സുള്ള പയ്യൻ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ക്വാളിറ്റി ആയിട്ട് വേണം കാണാൻ. മനസ്സിലായോ? അതല്ലാതെ അവൻ അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. രേണുസുതി ആയിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, അവർ കാണിക്കുന്ന തോന്നിയവാസങ്ങളെ അനുകൂലിക്കുന്നവനാണെങ്കിൽ അവൻ വഴിതെറ്റി പോകുമെന്ന് പറയാം. പക്ഷേ ഇവൻ അതിനെതിരെ പ്രതികരിക്കുക ചെയ്യുന്നത്. ആ പ്രതികരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ്റെ വീട്ടുകാർ പോലും അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിക്കെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വൾഗറായിട്ടും കോപ്രായങ്ങളായിട്ടൊക്കെ തോന്നുമായിരിക്കും. കേൾക്കാൻ ബാക്കി. ഒരു വാക്ക് അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ തെറിയായിട്ട് മനസ്സിലായോ? ആ വാക്ക് അവന്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറിയാണ്. പോയിരുന്നു പഠിക്കൂ എന്ന് പറയുന്നത്. അവൻ ആ ഒരു കമന്റ് എടുത്ത് വെച്ച് മാത്രം എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ടു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ചെയ്ത കേസിനൊക്കെ എന്താ റിയാക്ഷൻ വീഡിയോ കൊടുക്കാനാ? വിട്ട് വീണ്ടും പറഞ്ഞാൽ വിട്ട്, അതും വിട്ട്. പക്ഷേ ഈ ഒരു ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം തന്തയും തള്ളയും ചിന്തിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ട് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ ആ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ടുള്ള, അദ്ദേഹത്തെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടത്. ഇത് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും അങ്ങോട്ട് കൂടി ആയിക്കോട്ടെ ഇരുന്നത്. അപ്പൊ അവരുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെറുക്കന്റെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സജിനയുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്നിട്ട് അങ്ങനെ കൊടുത്തു നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടാവണം നാളെ കേസ് വരുമ്പോൾ, കേട്ടോ. ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ലതാണ്, അവൻ അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടാവണം കേസ് വരുമ്പോൾ. ഓർത്തു വെച്ചോ. ഇനി അവൻ അമ്മാവെന്ന് വിളിച്ചാൽ പോലും അമ്മയുടെ ആങ്ങളെ ആവണം നിർബന്ധമില്ല. മനസ്സിലായോ? അവൻ എന്താണ് ഉദ്ദേശിച്ചുള്ളത് അവനറിയാം. നിങ്ങളതിനെ വളച്ചൊടിച്ച് അവൻ്റെ അമ്മയുടെ ആങ്ങളെയാക്കി മാറ്റണ്ട. ഏത് രീതിക്കാണെന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? ഈ അനിൽ വീഡിയോ ആയിട്ടാണ് ഒരു പോസ്റ്റ് ആയിട്ട് ചെറിയ പാർട്ടികളുണ്ട്. അപ്പം മിണ്ടാതിരിക്കുന്ന ഓർമ്മ നമ്മൾ അണ്ണാക്കിനകത്ത് കമ്പിട്ട് കുത്തി നമ്മളോട് ശബ്ദിക്കാൻ നോക്കിയാണ്. പക്ഷെ ശബ്ദിക്കുന്നത് നിനക്ക് ദോഷമാണ്, നീ മാറേണ്ടി വരും. ഓക്കെ, വായിച്ചു. ഈ പയ്യൻ ഇന്നത്തെ വീഡിയോയിൽ എന്റെ പേര് വീണ്ടും പരാമർശിച്ചു. ഇനി റിപ്ലൈ ഞാൻ തരുമെന്ന് കരുതണ്ട. മോനെ, നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? അത് കറക്റ്റായ ചോദ്യമാണ്. 2-3 ദിവസം വെച്ച് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന കാര്യം നമുക്ക് അറിയത്തില്ല. ഒട്ടങ്ങി മാറി പോക്കത്തിന് കാണിക്കത്തില്ല. കാരണം പറഞ്ഞാൽ ആ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും. കാരണം പറഞ്ഞാൽ അവരാതെ വീഡിയോ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക, അത് കഴിച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഓഹോ, സമ്മതിച്ചു. അപ്പോൾ രേണുസുതിയുടെ വീഡിയോകളെല്ലാം അപരാധ വീഡിയോകളാണെന്ന് സജീന സമ്മതിച്ചു. ചില സമയങ്ങളിൽ നാക്ക് പിഴയ്ക്കും അല്ലേ?
നമ്മുടെ നാക്ക് നമ്മളെ ചതിക്കും. രേണുസുതി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ വീഡിയോകൾ അപരാധ വീഡിയോകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ അതും കൂടി ചേർത്ത് പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഏജിൽ 15-16 വയസ്സായി പുള്ളിന്റെ ചക്കൻ. അപ്പൊ കൂടി പോയ +1 +2. 15-16 വയസ്സില്ല, പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനെ അവൻ്റെ ഫോട്ടോ തമ്മനയിലിൽ ഇട്ടിട്ട് അവനെക്കുറിച്ച് മോശമായിട്ട് അവൻ്റെ അമ്മേനെ വരെ നീ നിന്റെ അമ്മേനെ വിറ്റല്ലേ ജീവിക്കുന്നത് എന്ന ധ്വനിയിൽ സംസാരിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വഴിയെ മനസ്സിലായിക്കോളൂ എന്താണ് ഇതിന്റെ പുറകെ വരാൻ പോകുന്ന കോൺസിക്വൻസ് എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവർ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. കേസ് വരുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും. ഈ കേസിൽ അച്ഛൻ കൊടുത്ത കേസ് പോലെ ആവില്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടും. നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ആയാലും വളരെ കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു, കണ്ട ആസ്വദിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഏത് കണ്ടോണ്ടായിരിക്കും കാണുന്നത്? പെൺകുട്ടികളാ ചേച്ചി പറഞ്ഞാൽ കണ്ടില്ലേ വളരെ കണ്ട കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ വരാതിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിൽ. അവൻ്റെ സ്വഭാവത്തെയാണ് ഇവർ ചോദ്യം ചെയ്തേക്കുന്നത്. അവൻ ആക്ച്വലി ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് റിയാക്ഷനാണ് ചെയ്യുന്നത്, പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂം ചെയ്ത് നോക്കിയിട്ടല്ല പ്രതികരിക്കുന്നത്. ആ സാധനം കാണുമ്പോൾ അവന് വൾഗറായിട്ട് തോന്നുകയാണെങ്കിൽ അവൻ പ്രതികരിക്കുന്നു, അത്രമാത്രം. അതല്ലാതെ അതിനകത്ത് എന്തുണ്ട് എന്തില്ല എന്ന് നോക്കിയിട്ടല്ല നിങ്ങളുടെ മക്കൾ ചെയ്യുന്ന രീതി വെച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അവൻ അവിടെ പ്രതികരിക്കുക ചെയ്യുന്നത്, അതായത് കാണുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുക ചെയ്യുന്നത്. അല്ലാതെ അവനത് നോക്കി ആസ്വദിച്ചിട്ട് നിൽക്കുന്നതല്ല. മനസ്സിലായോ? ചെയ്യുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്നവൻ എന്നും നല്ലവൻ തന്നെയായിരിക്കും. അവൻ ഈ സമൂഹത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നവനാണ്. അതല്ലാതെ നിങ്ങളെപ്പോലെ തെറ്റിനെ പിന്നെയും ന്യായീകരിക്കുന്നവനല്ല. തെറ്റ് കണ്ടാലും അയ്യോ അത് തെറ്റല്ല, അത് തെറ്റല്ല. ഒരാളെ തല്ലിയാൽ പോലും അത് തല്ലിയതല്ല, കൈ കൊണ്ടതാണ് എന്ന് പറയുന്ന നിങ്ങളെപ്പോലുള്ള ടീമുകൾ ഇതല്ല ഇതിനപ്പുറം പറയും. മനസ്സിലായോ? കേൾക്കാൻ ബാക്കി. സൂം ചെയ്തു എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ആ കണ്ടന്റ് അവളെ നമിച്ചു. അടുത്തത് മോനെ നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിന്റെ സ്കൂൾ അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്നത് നീ നിന്റെ സഹപ്രവർത്തകരെ പോലും അവനെ അറിവില്ലാതെ ഉൾപ്പെടുത്താൻ പഠിക്കില്ലല്ലോ. സത്യം പോലീസ് ഭാഷയിൽ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അനിൽ ചന്ദ് എന്ന് പറയുന്ന അനിൽ ചന്ദ് ഓച്ചര, ഇയാൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? രേണു കാണിക്കുന്ന വീഡിയോകളെല്ലാം സൂം ചെയ്ത് നോക്കിയിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ആണോ? എതിർക്കുന്നവർ സൂം ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അനിൽ ചന്ദ് എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ കാണാൻ പാടില്ലാത്ത സാധനങ്ങളെല്ലാം കണ്ടിട്ടാണോ? അത് ആസ്വദിച്ചിട്ടാണോ? അതേ ചോദ്യം തിരിച്ചു വയ്ക്കുകയാണ്. അങ്ങനെയാണോ? അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത്? അവൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പോലീസ് മോണിറ്റർ ചെയ്ത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. അവൻ്റെ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. പിള്ളേർക്ക് പോലും ഈ ലേഡിയുടെ വീഡിയോകൾ കണ്ട് അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടാണ് അവർ റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പിന്നെ നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവരെ താങ്ങുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. വാല് എന്ന് വിളിച്ചാൽ എനിക്ക് യാതൊരു കുറ്റബോധം തോന്നുന്നില്ല, ഒരു കുറ്റബോധം തോന്നുന്നില്ല. വല്ലാത്തൊരു ജന്മമായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാരും സൈബർ സെല്ലൊക്കെ കണ്ണടച്ച് വെച്ചോണ്ടിരിക്കുക. അവരൊന്നും കാണത്തില്ല, അവർ കണ്ണടച്ച് പൂട്ടി വെച്ചോണ്ടിരിക്കുക. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പെരുമാറുക. നിന്റെ സ്കൂൾ അധികൃതർ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരും ഇടപെടും. കാരണം സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും. ഇവരോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളും ശ്രദ്ധിക്കുക, അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇങ്ങനെ കൃത്യമായ സ്വഭാവ ഗുണം കാണിക്കുന്ന ഹാബിറ്റൽ ഓഫൻഡേഴ്സ് സമൂഹത്തിൽ ശ്രദ്ധിച്ച് നോക്കി കാണേണ്ടവരാണ്. ഞാൻ ചോദിച്ചോട്ടെ, രേണു കാണിക്കുന്ന തോന്നിവാസങ്ങൾ, രേണു കാണിക്കുന്ന ഈ പറഞ്ഞ ക്ലീവേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല പരിപാടികളായിക്കോട്ടെ, ഇതെല്ലാം കണ്ടിട്ട് അതിനെതിരെ സംസാരിക്കുന്നവൻ എങ്ങനെയാണ് ഒരു ഒഫൻഡറായി മാറുന്നത്? സപ്പോർട്ട് ചെയ്യുന്നവനല്ലേ ഒഫൻഡർ ആക്ച്വലി? അല്ലേ? ഈ അനിൽ ഓച്ചറ എന്ന് പറയുന്ന അവനാണ് ശരിക്കും ഒഫൻഡർ എന്ന് പറയുന്നത്. അതായത് രേണു കാണിക്കുന്ന ഇത്തരം വീഡിയോകളെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ ശരിക്കും ഒഫൻഡർ അവനല്ലേ? അപ്പോൾ അവൻ്റെ അടുത്തിരിക്കുമ്പോഴല്ലേ ആൾക്കാർ പേടിക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിനെടുത്ത് വെച്ച് സംസാരിക്കുന്ന സജീനയുടെ അടുത്തിരിക്കുമ്പോഴല്ലേ ആൾക്കാർ പേടിക്കേണ്ടത്? അല്ലാണ്ട് അതിനെതിരെ സംസാരിക്കുന്ന ആ പയ്യനടുത്തിരിക്കുമ്പോഴല്ല. അവൻ അതിൻ്റെ ബോധമുള്ളതുകൊണ്ടാണ് അവൻ അതിനെതിരെ സംസാരിക്കുന്നത്. അത് ബോധമില്ലാത്തത് കൊണ്ട് സജീനയ്ക്ക് മനസ്സിലാവത്തില്ല. ഞാൻ സ്വയം എന്തോ സംഭവമാണെന്നാണ് സജീന ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് വ്യക്തമായ കാര്യങ്ങൾ, ബാക്കിയെല്ലാവരും മണ്ടന്മാരാണ്, ഇതാണ് സജീനയുടെ വിചാരം. പക്ഷേ സ്വയം കുഴികൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സജീന മനസ്സിലാക്കുന്നില്ല. ഒരു കേസ് ഓൾറെഡി ഉണ്ട്, രണ്ടാമത്തെ കേസ് ഉടനെ വരും, പേടിക്കണ്ട. രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ ആരുമായി ഇടപെടുന്നു എന്ന് പരിശോധിക്കുക. ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളുടെ ബന്ധം അപകടം നൽകും. പയ്യൻ വീഡിയോയിൽ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും സഹോദരിമാരും ചേട്ടന്മാരും സഹപ്രവർത്തകരും ഉണ്ടെന്ന് ഈ പയ്യൻ പറയുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെടുത്തും ചെയ്യുന്നവന്മാരെടുത്തും ഞാൻ ചോദ്യം ചോദിക്കാം. നിന്റെയൊക്കെ വീട്ടിൽ ഈ ഏജുള്ള വെച്ച് കാണുമല്ലോ, 15-16 വയസ്സുള്ള കുട്ടികൾ കാണുമല്ലോ. എന്തേ നീയൊക്കെ ഫോൺ കൊടുത്തിട്ട് മോനെ കാരണം അപരാധ വീഡിയോകൾ സെർച്ച് ചെയ്ത് അത് സൂം ചെയ്ത് നീ കണ്ടു ആസ്വദിച്ചതിന് ശേഷം ഇതിന് റിയാക്ഷൻ വീഡിയോ ഇട്ട് രേണുസുതി ചെയ്യുന്ന വീഡിയോകൾ അപരാധ വീഡിയോകളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ അപരാധ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അപരാധ വീഡിയോ ചെയ്യുന്ന അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ അപരാധ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ രേണുസുതിയെ വെച്ച് ചെയ്തതും അപരാധ വീഡിയോ എന്ന് പറയേണ്ടി വരില്ലേ? ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോരായ്മകളുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ പറയുന്നു രേണുസുതി ചെയ്യുന്ന വീഡിയോ അപരാധ വീഡിയോ ആണെന്ന്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്താ പറയേണ്ടത്? ഇപ്പോൾ എന്താ വിളിക്കേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? എന്ത് അത് നിങ്ങളുടെ
വീടിനകത്ത് കഥപടച്ചിരുന്ന കൊച്ചുങ്ങൾ പുറത്തു പോകുന്ന അവർക്ക് ചെയ്യുന്നില്ല. അപ്പൊ സമാധാനമുണ്ടല്ലോ, മക്കൾ പുറത്തോട്ട് പോകുന്നതിൽ അകത്ത് തന്നെ ഉണ്ടെന്ന്. എന്തുകൊണ്ട് നീ എന്റെ മൊബൈൽ കൊടുത്തിട്ട് ഈ പറയുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന അമ്മമാരുടെ അച്ഛന്മാർ ഈ പറയുന്ന പയ്യന്റെ അച്ഛനും അമ്മയ്ക്കും അത് റിയാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സഹി കെട്ടിട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇതുപോലെ റിയാക്ട് ചെയ്യാൻ കഴിവുള്ള പിള്ളേരുണ്ടെങ്കിൽ പാരൻസിന് അത് പറ്റില്ലെങ്കിൽ അവർ ചെയ്യിപ്പിക്കും. ആ മക്കൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലേഡീനെ നാട്ടുകാർ സഹിക്കുന്നത്? അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല, നിങ്ങൾ ഈ ജന്മം തിരിച്ചറിയില്ല. ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്കെതിരെ കേസ് വരുമ്പോൾ ഒരാളും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വരുന്നതാണല്ലോ. ഈ കമന്റ് ഇട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കേസ് വരുമ്പോൾ അച്ഛൻ കൊടുത്ത കേസിന് നിങ്ങളുടെ കമന്റ് തൊഴിലാളികൾ ആരെങ്കിലും വന്നിരുന്നോ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഇപ്പം ഇവിടുന്ന് വരാൻ പോകുന്ന കേസിനും ഈ പറയുന്ന കമന്റ് തൊഴിലാളികൾ ആരെങ്കിലും വരുമോ? സജിന, നിനക്ക് വേണ്ടി കേസ് ഞാൻ വാദിക്കാം, ഞാൻ കാശ് മുടക്കാം എന്ന് പറഞ്ഞാൽ വരുമോ? വരുമെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. എന്തുവാണ് ഈ സൂം ചെയ്ത് പറഞ്ഞത്? എന്താ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സൂം ചെയ്ത് മാത്രമേ ആ സാമാനം കാണാൻ പറ്റുള്ളൂ? എനിക്കറിയാത്തതിന് ഞാൻ ചോദിക്കുക. റിയാക്ഷൻ ചെയ്യുന്ന ഒരാൾ, നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ആണല്ലോ ചെയ്യുന്നത്, നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. കാണുമ്പോൾ വൾഗറായിട്ട് തോന്നുന്നു എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് അവനും ചെയ്യുന്നത്. പിന്നെ ആസ്വദിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് സപ്പോർട്ടേഴ്സാണ്. അവർക്കാണ് സൂം ചെയ്യേണ്ട ആവശ്യം വരുന്നത്. എവിടെയാണ് മറുകുള്ളത്, എവിടെയാണ് ഗ്യാപ്പുള്ളത് എന്നൊക്കെ നോക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്കല്ല, റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കല്ല. മനസ്സിലായോ? നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടേഴ്സിനാണ് ഓരോ ശരീരഭാഗം കാണുമ്പോൾ അവിടെ എന്തുണ്ടെന്ന് സൂം ചെയ്ത് നോക്കി ആസ്വദിക്കേണ്ടി വരുന്നത്. ഞങ്ങൾക്കല്ല, അത് മനസ്സിലാക്കുക. എവിടെ മനസ്സിലാവത്തില്ല. അവൻ ആരെ തെറി വിളിച്ചു? ഇന്ന് വരെ അവൻ്റെ വീഡിയോയിൽ ഒരാളും തെറി വിളിച്ചിട്ടില്ല. പിന്നെ അമ്മാവാന്ന് വിളിച്ചത് തെറിയാണെങ്കിൽ അത് അയാൾ അർഹിക്കുന്നുണ്ട്. അയാൾ രേണുവിന് അത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, പൊക്കി പറയുന്നുണ്ട്. എന്ത് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, പൊക്കി പറയുന്നത്? പിന്നെ അയാൾ റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ ആരൊക്കെയാണ്? ഇതുപോലുള്ള കൊച്ചു പിള്ളേർ, പിന്നെ കുറേ ലേഡീസ്, ഇവരുടെയൊക്കെ വീഡിയോകൾ എടുത്ത് വെച്ചിട്ടാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ്. എന്തേ രേണുവിനെ ഒപ്പോസ് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചാൽ സംസാരിക്കുന്നില്ല? മുട്ട് വരയ്ക്കോ? തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് അടിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം പറഞ്ഞിട്ട് കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണോ ഇപ്പം റിയാക്ട് ചെയ്തത്? ഇപ്പം റിയാക്ട് ചെയ്തതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണേ? ഒരു ഇൻഡാസ് വീട്ടിലടുത്തത് വരും, ഉറപ്പായിട്ട് വന്നിരിക്കും. അത് ചെറിയ ഇൻഡാസ് അല്ല, അത് കുറച്ച് അധികം വലിയ ഇൻഡാസ് ആയിരിക്കും. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനെ കുറിച്ച് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അനാവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് കേസ് വേറെയാണ്, അതിന് പേരും വേറെയാണ്. ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കാം. ഫോണിൽ കൊടുക്കും മക്കളെ, കൊടുത്തിട്ട് നിങ്ങൾ ചെന്ന് മോനെ അപരാധ വീഡിയോകൾ ഒരു പെണ്ണിനെ ക്രിമിനേജ് കാണുന്നുണ്ട്, അവിടെ വട കാണുന്നുണ്ട്, ഒന്ന് നല്ലോണം സൂം ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും. വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കാണാൻ മക്കളെ എന്ന് പറയൂ. നിങ്ങൾ അങ്ങനെ കാണിച്ചോളൂ. ഇവൻ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതിലോട്ട് ഇറക്കുക. എന്തുകൊണ്ട് ഇറക്കുന്നില്ല? എന്ത് ആ കാശ് കിട്ടിയാൽ കഴിക്കൂ, അത് കുടിക്കൂ. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ വെല്ലവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. അതാണ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എനിക്കൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട് മനസ്സിലായിരുന്നല്ലോ, പോയിരുന്ന് പഠിക്കും മോനെ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് പ്രശ്നം? പോയിരുന്ന് പഠിക്കും എന്ന് നമ്മൾ പറയുന്നത്. മോനെ നീ കണ്ട മറ്റേ വീഡിയോകൾ എടുത്ത് ചെയ്യണം, അവനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടേ. നിങ്ങൾ വെറുതെ അവനെ പോയിരുന്ന് പഠിക്കുന്നു പറയത്തില്ല, എനിക്കറിയാമല്ലോ, നമ്മളെ കുറെ പറഞ്ഞതല്ലേ. നിങ്ങൾ ഒരിക്കലും വെറുതെ മോനെ പോയിരുന്ന് പഠിക്കണമെന്ന് പറയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും. അതാണ് അവൻ തിരിച്ച് റിയാക്ട് ചെയ്തത്. എവിടെയാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്തൊക്കെ വിളിച്ച് പറയുന്നുള്ള വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ പ്രൊവോക്ക് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതാരാ പറയുന്ന, സജീനയോ? രേണു കാണിക്കുന്ന കോപ്രായികൾക്കെല്ലാം വളം വെച്ച് കൊടുത്ത് രേണുവിൻ്റെ പുറകെ നടന്ന് രേണുവിനെ വെളുപ്പിക്കാൻ നടക്കുന്ന സജീനയാണിത് പറയുന്നത് അല്ലേ? തെറ്റിനെ വളം വെച്ച് കൊടുത്ത് അതിനെ ന്യായീകരിച്ച് നടക്കുന്ന സജീനയാണ് ഈ പറയുന്നത്. അവന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഈ കമന്റ് കണ്ടിട്ടില്ല. അവന്റെ കമന്റ് ബോക്സിലെല്ലാം അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും രേണുവിനെ ഒപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വീഡിയോകളെ സപ്പോർട്ട് ചെയ്യാനുള്ള കമന്റുകളെ കണ്ടുള്ളൂ. കാരണം അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവൻ എടുത്തു വെച്ച് സംസാരിക്കുന്നത്. അവനെ ആരും പഠിപ്പിക്കുന്നതല്ല, അവൻ്റെ മനസ്സിൽ തോന്നി അവൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ മിക്കവാറുള്ള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും തന്നെ അവൻ ആരെയും മോശമായിട്ട് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ തെറി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അവൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ കൂട്ടുകാരി മര്യാദ പഠിപ്പിക്കുക. കൂട്ടുകാരി വിളിച്ചിരുത്തി കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് വല്ല ഫലം ഉണ്ടായോ?
ഉണ്ടായോ? ഇല്ലല്ലോ. ആദ്യം അവരെ മര്യാദ പഠിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുക. നിങ്ങൾ അവൻ്റെ സ്കൂളിൽ പോ. അവൻ്റെ സ്കൂളിലുള്ള ആൾക്കാരും ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. എന്തേ അവർ പ്രതികരിച്ചില്ല? എന്തേ അവനെ വിലക്കിയില്ല? അവൻ ഒളിച്ചു വെച്ച് നല്ല ചെയ്യുന്നത്. അവൻ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ വീഡിയോ ചെയ്യുന്നത്, അല്ലേ? അവൻ ഒരിടത്തും അവൻ ഒളിച്ചു വെച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പുതിയൊരു സാധനം കണ്ടുപിടിച്ച് മറ്റേ പുറത്തു വന്ന് പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞല്ലോ, എന്തോ അവർ ഞാനൊരു എണ്ണം കൂടി ഇരുന്ന് ഒളിച്ചിരുന്ന് ചെയ്യുന്ന കാര്യം അവർ കണ്ടുപിടിച്ച് വന്ന് റിയാക്ട് ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങളെന്തോ അവൻ്റെ വീടിനകത്ത് പോരുന്ന അവൻ ചെയ്യുന്നത് ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവൻ ഒളിച്ചിരുന്ന് ചെയ്യുന്ന സാധനം കണ്ടുപിടിച്ചിട്ടാണോ നിങ്ങൾ വന്ന് പുറത്തുനിന്ന് പറയുന്നത്? അല്ലല്ലോ. അവൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതല്ലേ. അവൻ്റെ വീട്ടുകാരുൾപ്പെടെ, അവൻ്റെ കുടുംബക്കാരുൾപ്പെടെ ഇവരെല്ലാം കാണുന്ന വീഡിയോ ആണ്. നിങ്ങളത് പുതിയൊരു സാധനം കൊണ്ടുവന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ അവൻ്റെ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് കൂടെ കേൾക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അവിടെ നിന്ന് കൂടെ നാണം കെടേണ്ടി വരും. അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാനില്ല. ഓഹോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം അവൻ ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. നിങ്ങളുടെ പെർമിഷൻ വേണം. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്കാവാം അല്ലേ? നിങ്ങൾക്ക് ആരെയും സുഖിപ്പിക്കാം, ആരെയും ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്തും ആവാം. നിങ്ങളെ അങ്ങോട്ട് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ പൊള്ളുന്നു. അതെന്താ അങ്ങനെ? എന്തേ ഇങ്ങോട്ട് പറയുമ്പോൾ പൊള്ളത്തില്ലേ? പൊള്ളിയാൽ പറ്റത്തില്ലേ? ഈ അനിൽ ചന്ദ് എന്ന് പറയുന്ന ആളെ അവൻ അങ്ങോട്ട് പോയിട്ട് ചൊറിഞ്ഞല്ലോ. അയാൾ അവനെ കയറി ചൊറിഞ്ഞു, അവൻ കയറി മാന്തി, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. മനസ്സിലായോ? നിങ്ങളാണെങ്കിലും അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ഉണ്ടാക്കിയിട്ടല്ലേ അവൻ വന്ന് ചൊറിഞ്ഞത്, അല്ലെ അവൻ കയറി മാന്തിയത്? അല്ലാണ്ട് അവൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുക ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചൊറിയാൻ പോയപ്പോഴാണ് അവൻ കയറി മാന്തിയത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ, അല്ലേ? തീർത്തോ. അതിൻ്റെ തിരിച്ചടി വരുമ്പോൾ അതും കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം, അത്രേ ഉള്ളൂ. സ്വന്തം മക്കളെ എങ്ങനെ പോയാലും വേണ്ടില്ല, പിഴച്ചാലും വേണ്ടില്ല, പെറ്റാലും വേണ്ടില്ല, എനിക്ക് കാശ് മുഖ്യം എന്ന് ചിന്തിക്കുന്ന തന്റെ തലവൻ ഇങ്ങനെയുള്ള നെഗറ്റീവിനെ മക്കളെ തള്ളിവിടുന്നത് എന്തുകൊണ്ട്? സ്വന്തം തള്ളയും തന്തയും അവൻ നേരായ വഴിക്ക് പോകുന്നതെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടി അവനെ സമ്മതിക്കുന്നത്. കാരണം സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ, തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഏതൊരു പയ്യനും ഒരിക്കലും വഴിപഴിച്ച് പോകില്ല. അവൻ മദ്യപിക്കുന്നില്ല, അവൻ പുകവലിക്കുന്നില്ല, അവൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ആണല്ലോ. അതുകൊണ്ട് അവന് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും. തെറ്റിനെതിരെ പ്രതികരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള സപ്പോർട്ട് അവന് ആവശ്യമില്ല. ഓക്കെ, എന്തിന് 10 പ്രാവശ്യം കാണണം? നിങ്ങൾക്കത് വേണമായിരിക്കും. ബോധമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. തലയിൽ ആൾ താമസമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. ഇത് തെറ്റാണോ ശരിയാണെന്ന് കാണാൻ വേണ്ടി ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. സജീന വ്ളോഗ്സിന് അത് വേണ്ടി വരുമായിരിക്കും. 10 പ്രാവശ്യം 15 പ്രാവശ്യം കണ്ടാൽ മാത്രമേ എന്ത് പറയണം, ആരെയൊക്കെ കുത്തണം, ആരെയൊക്കെ ഗോഷ്ടി കാണിക്കണം എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബോധമുള്ള ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ വരും. ഒരു തെറിയും വേണ്ട, അല്ലാതെ എന്നാൽ സംസാരിക്കാൻ പറ്റും. ബോധമുള്ളവർക്ക്. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, ബോധമുള്ളവർക്ക്. കേട്ടല്ലോ, 16 വയസ്സുള്ള ഒരു പയ്യനോട് പറയുന്നതാണ് സ്വന്തം അമ്മയുടെ വിൽക്കാൻ പോലും നീ മടിക്കില്ല എന്ന്. ഇത് വകുപ്പ് വേറെയാണേ, വകുപ്പ് വേറെയാണ്. സജീന പെടും, ഉറപ്പായിട്ട് പെട്ടിരിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആര് തന്നെയാണെങ്കിലും ആ ഒരാൾ നിങ്ങളുടെ കൂടെ കൊട പിടിക്കാൻ ഉണ്ടാവില്ല, എഴുതി വെച്ചോ. 2 ദിവസത്തിനകത്ത് പുതിയൊരു വീഡിയോ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവരെന്താ ഈ പറയണേ? ഇവർക്ക് ഇത്രയ്ക്ക് ബോധമില്ല. എനിക്ക് അറിയാത്തത് ചോദിക്കുക. അവൻ ചെയ്തത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ പ്രതികരണ വീഡിയോ ആണ്. ഒരു മിസ്റ്റേക്ക് കണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നവൻ എങ്ങനെയാണ് വഴിപഴിച്ചവനാകുന്നത്? ഇന്ന് സമൂഹത്തിൽ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാവരും അങ്ങനെ വഴിപഴിച്ച് പോയ ആൾക്കാരായിരിക്കുമല്ലോ. സജീന വ്ളോഗ്സ് മാത്രമേ അപ്പോൾ ശരിയായ വഴി കൂടെ പോകുന്ന ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വഴിപഴിച്ചവരാണ്. നമ്മളൊക്കെ വഴിപഴിച്ചവരാട്ടോ. സജീന മാത്രമാണ്, സജീനയും രേണുവും ഈ അനിലൊക്കെ മാത്രമാണ് നേരെ വഴി പോകുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും വഴിപഴിച്ച ആൾക്കാരാണ്. ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയിട്ട് ഓരോ ചെയ്യുന്നത് അവന്റെയൊക്കെ അവന്മാരുടെയൊക്കെ തലമണ്ടി വന്നു കിടക്കുന്ന ശാപങ്ങൾ എത്ര നിനക്ക് അറിയാമോ? അതൊക്കെ വിട്ടിപ്പോയമാരാ. മനസ്സിലായ? നീയൊക്കെ കിടന്ന ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ അവസാനിക്കും പൊന്നു മോനെ. ഇപ്പോഴും ചേച്ചി പറയുവാണ്, ചേച്ചിയൊന്നും വിളിക്കത്തില്ല, അങ്ങനെ വിളിക്കത്തില്ല, ആന്റി എന്ന് വിളിക്കാൻ പുച്ഛം. ഇവർ പറയുവാണേ പോയി ഒന്ന് പഠിച്ച് 10 പൈസ ഉണ്ടാക്കുന്നത്. അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പോയി അന്വേഷിച്ചോ? നിങ്ങൾ പോയി നോക്കിയോ? അവൻ്റെ മാർക്ക് നിങ്ങൾ കണ്ടോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിയെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചൊറിയുന്നു അല്ലേ?
അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ കാണുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതിനുള്ള മരുന്ന് വഴിയെ കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ ഈ ബാക്കി വയ്ക്കുന്നില്ല. എനിവേ, അപ്പോൾ ഇതാണ് സജീനയുടെ സംസ്കാരം. അവനെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയുടെ ആണ് അവൻ ജീവിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇവരുടെ സംസ്കാരം എത്രമാത്രം ഉണ്ടാവും? നാവിന്ന് വീഴുന്ന വാക്കുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരാണ് രേണുവിൻ്റെ കൂട്ടുകാരി. അപ്പോൾ രേണുവിൻ്റെ സംസ്കാരം നമുക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതും രേണുവിൻ്റെ കൂടെ കൂടി നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഒരു അച്ചിൽ വാർത്ത ടീമുകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, നമുക്ക് വേറെ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഇൻഡാസിലൊക്കെ വരുമ്പോൾ കൈ നീട്ടി മേടിച്ചോളുക. പോസ്റ്റ്മാൻ കൊണ്ടുവരും, അതൊക്കെ കൈ നീട്ടി ഒപ്പിട്ട് മേടിച്ചോളുക. അതിൻ്റെ പുറകെ ഓടുക. ആ സമയത്ത് ഈ പറയുന്ന കമൻറ്റ് തൊഴിലാളികളോ അല്ലെങ്കിൽ രേണുവോ ഒരാളും കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ കയറി ഇറങ്ങണം. സോ എല്ലാവിധ ആശംസകളും. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കണും ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.